1959 ബീഹാറിലെ വസീർഗഞ്ച് പട്ടണത്തിലെ ആശുപത്രിയിലേക്ക് രക്തത്തിൽ കുളിച്ച ഭാര്യയുമായി ഒരാൾ വന്നു. ഡോക്ടർമാർ കിണഞ്ഞു ശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രധാന ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. വസീർഗഞ്ചും ഗഹ്ലൂർ ഗ്രാമവും തമ്മിലുള്ള ദൂരം 15 കിലോമീറ്ററാണ്. പക്ഷേ അതിനിടയിൽ ഒരു വൻ മലയുള്ളതുകൊണ്ട് ഏതാണ്ട് 70 കിലോമീറ്റർ ചുറ്റി 2 മണിക്കൂർ കൊണ്ടാണ് ആ മനുഷ്യന് തൻ്റെ ഗർഭിണിയായ ഭാര്യയെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. ആ മനുഷ്യൻ തിരിച്ച് തൻ്റെ ഗ്രാമത്തിലെത്തി ഒരു തീരുമാനമെടുത്തു. എൻ്റെ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ ആ മല ഇനി ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടുത്തരുത്. ഒരു ഉളിയും ചുറ്റികയുമായി അയാൾ വസീർഗഞ്ചിനും ഗഹ്ലൂർ ഗ്രാമത്തിനുമിടയിലുള്ള ആ മലയിൽ ഒരു തുരങ്കമുണ്ടാക്കാൻ പുറപ്പെട്ടു. ഭാര്യ മരിച്ചപ്പോൾ ദശരഥ് മാഞ്ചിക്ക് ഭ്രാന്ത എന്ന് നാട്ടുകാർ പറഞ്ഞു. പലരുടെയും നിരുത്സാഹപ്പെടുത്തൽ ഉണ്ടായിട്ടും അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. തൻ്റെ ദൗത്യം അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. ജന്മിമാരും സ്ഥാപിത താൽപ്പര്യക്കാരും ഒക്കെ ദശരഥ് മാഞ്ചിക്കെതിരെ കേസുകളെടുത്തു. അദ്ദേഹം സഹായത്തിനായി പലരെയും പോയി കണ്ടു. പലരും സഹായിച്ചു. പലരും അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത്. പക്ഷേ 22 വർഷത്തെ നീണ്ട അധ്വാനത്തിനൊടുവിൽ 1982 ദശരഥ് മാഞ്ചി ആ മലയുടെ ഇടയിൽ 30 അടി ഉയരമുള്ള ഒരു തുരങ്കം ഉണ്ടാക്കി. 25 അടി വീതിയും 365 അടി നീളവും. അങ്ങനെ ഗഹ്ലൂർ ഗ്രാമത്തിൽ നിന്നും വസീർഗഞ്ച് പട്ടണത്തിലേക്കുള്ള ദൂരം 70 കിലോമീറ്ററിൽ നിന്നും 15 കിലോമീറ്ററായി ചുരുങ്ങി. മൗണ്ടൻ മാൻ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ സിനിമയായിട്ടുണ്ട്. അദ്ദേഹത്തിന് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് കിട്ടണമെന്നാണ് ആഗ്രഹം. പക്ഷേ 22 വർഷം തൻ്റെ സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കാൻ ദശരഥ് മാഞ്ചി തയ്യാറായി. നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടണം. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനുമിടയിൽ ഒരു വലിയ മലയുണ്ടെങ്കിൽ ആ മലയെ തകർക്കാൻ നമുക്ക് കഴിയണം. അതിന് നിശ്ചയദാർഢ്യത്തിൻ്റെ ചുറ്റികയും ഉളിയും വേണം. എത്രമാത്രം സ്ഥിരത നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിജയത്തെ നിശ്ചയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏവർക്കും നമ്മുടെ ജീവിതത്തിൽ സ്വപ്നത്തിൽ നിന്നുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന മലയെ മാറ്റുവാൻ ഒരു ചുറ്റികയും ഒരു ഉളിയുമായി ഇറങ്ങാം. മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലുകളെ കുടഞ്ഞു കളയാൻ നമുക്ക് കഴിയണം. അപ്പോൾ തീർച്ചയായിട്ടും നാം സ്വപ്നം കണ്ട ആ ലക്ഷ്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും എത്തിച്ചേരാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിൽ കൗമാരക്കാരായ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ പഠന പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കാൻ കഴിയുന്ന ചെപ്പ് എന്ന പേരിലുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. കോപ്പികൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.